ഒക്കത്തില്ല, എനിക്ക് ഇന്നടുത്ത അസുഖമൊന്നും കാണിക്കാൻ ഒക്കത്തില്ല. നീ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാന്നല്ലേ പറയത്തുള്ളൂ. ഇവനോട് ഞങ്ങൾ എന്ത് ദ്രോഹമാ ചെയ്തത്? എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? അന്നൊക്കെ ഇവനോട് ഞങ്ങൾ എന്ത് ദ്രോഹമാ ചെയ്തത്? എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? അന്നൊക്കെ ഈ അച്ചായനെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഞങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോണി അച്ചായൻ്റെ തന്നെയാണ്. അതിനകത്ത് കഴിഞ്ഞ ദിവസം ടോണി അച്ചായൻ്റെ ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെയുണ്ടല്ലോ അതേ പിടിച്ച് ആ മനുഷ്യനെ ശരിക്കും മോശമാക്കാൻ വേണ്ടി ഒരുമാതിരി എന്താ കൊട്ടേഷൻ എടുത്തേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പുറത്ത് വീണ്ടും ചാരിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വന്നാണ് തിരുവല്ലയിലുള്ള ശാന്തി എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയുടെ കേസും അതിനകത്ത് വന്നിരിക്കുന്നതാണ്. അവർക്ക് ക്യാൻസർ ഇല്ലാന്നും അവർ ചുമ്മാ അഭിനയിച്ചാന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സായിയാണ് അത് ഇറക്കിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും കേട്ടോ. നമ്മൾ ഒരു മനുഷ്യന് വയ്യാഴിക അത് അവർക്ക് നിവൃത്തിയും കൂടി ഇല്ലെങ്കിൽ അവരൊരു സിറ്റുവേഷൻ ഭയങ്കര മോശം ഒരവസ്ഥയായിരിക്കും അവർക്കത്. ആ ഒരു സിറ്റുവേഷൻ അവർ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് നമ്മൾ ആർക്കും ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നവരെങ്കിലും ചെയ്ത് അവരുടെ കാര്യങ്ങൾ പൊക്കോട്ടെ എന്നുള്ള ചിന്തിക്കേണ്ടത്. അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരുടെ വയ്യഴികയും കാര്യങ്ങളും. ഒന്നാമെന്ന് വെച്ചാൽ ഈ ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കളെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ബന്ധു തന്നെയാണ് അവർക്കിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തേക്കുന്നതും. പക്ഷേങ്കിൽ ഇപ്പം എന്നാണെങ്കിലും അവർ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് പരാതി. അങ്ങനെ കൊടുത്ത് അവർ മുന്നോട്ട് തന്നെ പോകാനായിട്ടുണ്ട്. കാര്യം അവർ ഈ അച്ചായനെ, ഈ ടോണി അച്ചായനാണെങ്കിലും ഒത്തിരി പേര്, അച്ചായൻ തന്നെയല്ല അല്ലാതെ അവർ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ആ സഹായങ്ങളെല്ലാം അവർക്കിപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇത് വന്നേക്കുന്നത്. അവർ സമൂഹത്തിന് മുന്നിൽ നുണ പറഞ്ഞു, അവർ കള്ളത്തരം കാണിച്ചു എന്നുള്ളൊരിതാണ് അവരിലും കൂടെ വന്നേക്കുന്നത്. ഇത് ടോണി അച്ചായൻ്റെ കൊടുത്തൊരു പണിയാണ്, പക്ഷെ അത് ആ പാമ്പ് പിടിച്ച് അവർക്കിട്ടും കൂടെ കിട്ടി എന്നുള്ളതാണ് പറയാനുള്ളത്. കാര്യം കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ. എന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ടോണി അച്ചായനെ പറ്റി നിങ്ങൾ എല്ലാവരും ഇത് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആ മനുഷ്യൻ എത്ര പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്, എത്ര പേരുടെ കാര്യങ്ങൾ, ആ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു 100 നന്മ ചെയ്തേച്ച് ഒരു തിന്മയുടെ ഒരു പ്രശ്നം വന്നാൽ അത് പൊക്കി പിടിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. എന്നാൽ ആ 100 നന്മയെപ്പറ്റി ആർക്കും സംസാരിക്കാൻ നേരമില്ല. ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ഒരാൾ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നത് തന്നെ അവരുടെ ഒരു വലിയ മനസ്സെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എനിക്ക് ഒരുപാട് വിഷമം തോന്നി അവർ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണക്കാർക്കാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ഒരു രോഗം വന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറി നമുക്കറിയാം, ആ കൂടെ ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഒരു ജോലിയില്ല, അങ്ങനെയുള്ളവരുടെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ പൈസയുള്ളവന് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവൻ്റെ ആവശ്യത്തിന് പൈസയുണ്ട്, അവന് ആരും ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതില്ലാതെ കഴിയുന്ന മനുഷ്യരെയും കൂടെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കൂടെ ഒന്ന് വന്നാലേ പറ്റുള്ളൂ. എന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം കുറച്ച് കേൾക്കാം. ഞാനും എൻ്റെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. പക്ഷേ എൻ്റെ ഭർത്താവിന് സുഖമില്ലായിരുന്നു, അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ അസുഖം തന്നെ ആയിരുന്നു. പക്ഷേ അതെനിക്ക് അറിയാൻ വൈകിയത് എൻ്റെ ഇളയ മോനെ 2 വയസ്സിൽ തുടങ്ങിയതായിരുന്നു. അവനെയും കൊണ്ട് ESIയിലും ഒക്കെ ഞങ്ങൾ ഓടി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിനും അതാണ് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ തന്നെ മരിക്കുന്നതിന് മുന്നെയാണ്, ഒരു ദിവസം മുന്നേ അറിഞ്ഞ് ഈ അസുഖമാണെന്നുള്ള. അപ്പോഴത്തേക്കും വൈകിപ്പോയി, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാലും കൈയും പിടിച്ചെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തിയത്. എൻ്റെ കുഞ്ഞിന് ഇത് ഈ അസുഖമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ചേട്ടൻ ഞങ്ങളോട് അത് പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കുമല്ലോ, വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. ഞാൻ മഹാലക്ഷ്മിയിലായിരുന്നു എനിക്ക് ജോലി. മഹാലക്ഷ്മിയിലെ വിനോദ് സാറാണ് എൻ്റെ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടത് പൈസ എല്ലാം അന്ന് തന്നത്. ഒരു ദിവസം പോലും എനിക്ക് കടയിൽ സ്വസ്ഥമായിട്ട് നിൽക്കാൻ ഒക്കത്തില്ലായിരുന്നു. കുഞ്ഞിന് വയ്യെന്നും പറഞ്ഞ് ഞാൻ ഓടി വരുന്നതായിരുന്നു. സാറാ എനിക്ക് ആശുപത്രിയിൽ തന്നെ പൈസ കൊടുത്തു വിട്ടിട്ട് എൻ്റെ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. എത്ര വിഷമത്തോടുകൂടിയാണ് അവരെ പറയുന്നത്. ഒരു വീട്ടിൽ അവർക്ക് ക്യാൻസർ, ഭർത്താവിന് ക്യാൻസർ, കുഞ്ഞിന് ക്യാൻസർ. ആ കുഞ്ഞിനെ ചികിത്സിക്കുന്നതുകൊണ്ടാണ് അവരുടെ ഭർത്താവ് അവരുടെ അസുഖത്തെപ്പറ്റി പറയാതിരുന്നത്. കാര്യം അതിനും കൂടെ പൈസ മുടക്കേണ്ട അവരെ കൊണ്ട് നിവൃത്തിയില്ല. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പലരും നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധികളുണ്ട് ഇല്ലേ. നമ്മുടെ സ്വന്തക്കാർ പോലും നമ്മളെ ഒരു പരിധി വിട്ട് നമ്മളെ സഹായിക്കാൻ നിൽക്കത്തില്ല. കാര്യം എല്ലാ മനുഷ്യരും അവരവരുടെ കാര്യങ്ങൾ തന്നെ ഒരു തരത്തിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള പൈസയും കൂടെ അദ്ദേഹത്തിനോട് എടുക്കണ്ടല്ലോ എന്നോർത്തായിരിക്കും അദ്ദേഹം ആ ഒരു കാര്യത്തെപ്പറ്റി മിണ്ടായിരുന്നത്. കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം തോന്നാണ്ട്. അവർ പറഞ്ഞ കേട്ടോ, അറിയാമെങ്കിൽ അവർ എവിടെയെങ്കിലും എങ്ങനെയൊക്കെ പൈസ മേടിച്ചവർ ജീവൻ നിലനിർത്തിയായിരുന്നെന്ന്. അതൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ മനുഷ്യരുടെ ഈ കണ്ണുനീരെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പം ഒരാളെ പ്രാഗോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമ്മൾ മനസ്സൊന്നൊന്ന് കണ്ണ് നിറഞ്ഞാൽ മതി. അത് ചിലപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശാപമായിട്ട് നമുക്ക് ഏൽക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ 7 വർഷം മുന്നേ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് എനിക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കും ക്യാൻസറിൻ്റെ ആണെന്ന് അറിയുന്നത്. അത് ആദ്യം എനിക്ക് മലദ്വാരത്തിനകത്തായിരുന്നു. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ഒക്കത്തില്ല, എനിക്ക് ഇങ്ങനത്തെ അസുഖമൊന്നും കാണിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ നിവർത്തിയില്ലാതെ വന്ന്
വന്നപ്പോൾ പത്രത്തിൽ ഞങ്ങൾ കൊടുത്തു. പത്രത്തിൽ കൊടുത്തിട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ഞങ്ങളുടെ കടങ്ങൾ വീട് തന്നു. ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടത് അതെല്ലാം ചെയ്തു തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈ മരുന്നിനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വാടകയും കൊടുത്ത് ചിലവും ചെയ്യാനുള്ള കഴിവില്ല. കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം തീരെ നിവർത്തിയില്ലാതെ വന്ന് ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് മഴ പെയ്ത് മുഴുവൻ ചോർന്നൊലിച്ച് നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്ന അച്ചായൻസ് ഗോൾഡിൻ്റെ ഇത് ഞാൻ മൊബൈലിനകത്ത് കണ്ടത്. ഞാൻ അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തർക്കും സഹായം മേടിച്ച് തിരിച്ചും മറിച്ച് നിൽക്കാൻ ഈ ക്യാൻസറും അതുപോലെ കിഡ്നി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ടവനെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അതിനുള്ള ഈ ഒരു കിഡ്നിയുടെ ഇതാണെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളയ്ക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര കഴിച്ചാൽ ചിലപ്പം ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണ്ടി വരുന്നുണ്ട്, ചിലപ്പോൾ 2 ഡയാലിസിസ്. എന്നാലും ഓരോ ഡയാലിസിസിന് പോകുമ്പോഴും നല്ലൊരു തുകയാണ് ആകുന്നത് ഓരോ കാര്യങ്ങൾക്കും. അതായത് ഹോസ്പിറ്റലിൽ ചെന്ന് അവരെന്തേലും എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിൽ ഈടാക്കാറുണ്ട് പൈസ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ആഴ്ച അങ്ങനെ ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ആ ബുദ്ധിമുട്ട്. എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഇതെന്ന് പറഞ്ഞാലും അവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്കും പൈസ ഇറങ്ങുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചാണ് പോകുന്നത്, പിറ്റേ പ്രാവശ്യം പിന്നെ അടുത്തയാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് ആ ഒരു അവസ്ഥയിലൊക്കെ ജീവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. ഞാൻ അങ്ങനെയാണ് അച്ചായനെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് അച്ചായൻ ഞങ്ങളെ വിളിക്കുന്നത്, വീട്ടിൽ വരുന്നത്. അച്ചായൻ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ പൊതിച്ചോറും കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് വയ്യെങ്കിലും ഒരു നേരത്തെ മരുന്നിനും ഒരു ആഹാരം കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് വിൽക്കുമായിരുന്നു. അന്ന് അച്ചായൻ വന്ന് കണ്ടു. ഞങ്ങൾക്ക് വേണമെന്ന് സഹായം, എനിക്ക് ഓപ്പറേഷനുള്ള പൈസയും അന്നേരത്തെ ഞങ്ങൾക്ക് ചിലവിൻ്റെ കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ ചെയ്തു. അന്ന് ഞാൻ അച്ചായനോട് പറഞ്ഞു, അച്ചായൻ എനിക്ക് 2 ഓപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ഓപ്പറേഷൻ അച്ചായൻ പൈസ തന്നതിന് ശേഷമാണ് ഇപ്പോഴും ചുറ്റിനും കടവുണ്ട്. കടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരിടത്തുനിന്ന് മേടിക്കും, അത് പിന്നെ അങ്ങോട്ട് കാര്യം തിരിച്ചു കൊടുക്കാൻ എനിക്ക് വരുമാനമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് ഞാൻ അച്ചായൻ്റെ കാര്യം പറഞ്ഞത്. അച്ചായൻ ഒരു മനുഷ്യന് വയ്യാന്ന് പറഞ്ഞാൽ അവരോട് നിങ്ങൾ എന്നെ വന്ന് കാണ് എന്നല്ല അച്ചായൻ പറയുന്നത്. അച്ചായൻ അവരെവിടെയാണോ ഉള്ളത് അവിടെ പോയി അവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുകയാണ് ചെയ്തത്. അതാണ് ആ മനുഷ്യൻ. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു മനുഷ്യനോട് നമ്മളൊരു സഹായം ചോദിച്ചാൽ നിങ്ങളൊന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് പറയുന്നത് അല്ലേ. അവിടെ ചെന്ന് അവരെവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് അവരെ സഹായിക്കുന്നതായിട്ട് ഞാൻ ഈ അച്ചായനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ആരെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ അച്ചായനെ മാത്രമേ ഉള്ളൂ. അതേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു മനുഷ്യനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർക്ക് വയ്യ എന്നറിയുമ്പോൾ അവർ താമസിക്കുന്നിടത്ത് പോയി അവരെ കണ്ട് അവരെ സഹായിക്കാനൊരു മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യനെയൊക്കെ വെറുതെ വിട്ടുകൂടെ, ഇങ്ങനെയുള്ള പാവങ്ങളൊക്കെ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറയുന്നത്. എന്നതിനാണ് എന്നെങ്കിലും ആ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതാണേ പോലും മനസാക്ഷി എന്ന് പറയുന്നൊന്നും നമുക്കില്ലേ. ഒരു മനുഷ്യനെ നമ്മൾ പറയുമ്പോൾ മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഇതില്ലേ നമുക്ക്. ഈ ഇത്രയും മനുഷ്യരുടെ കണ്ണുനീരും പ്രാക്കും എല്ലാം ഏക്കുമല്ലേ ചെയ്യുന്ന ആ ഒരു മനുഷ്യനെ ഇത്രയും നിസാരം ഒരു കാര്യത്തെ പിടിച്ചാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ആ ലൈഫിൻ്റെ ഒരു പദ്ധതിയെപ്പറ്റി തുടങ്ങിയാണ്. അതിനകത്ത് അച്ചായൻ അത് വീട് വെച്ചു എന്ന് പറഞ്ഞു, ലൈഫ് കാര്യം അതേ വീഡിയോ തന്നെ ഇട്ടു. ആ ഒരു ഒറ്റ പ്രശ്നത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ്. അതുവരെ അച്ചായൻ വെച്ചു കൊടുത്ത വീടിനും ഒരു ഇതില്ല, അച്ചായൻ കൊടുത്ത സഹായത്തിനും ഒരു വിലയില്ല, ഒന്നുമില്ല. ആ നിമിഷം വരെ ചെയ്തതിനൊന്നുമില്ല. ആ ഒരൊറ്റ കാര്യമാണ് ഭയങ്കര പ്രശ്നമായത്. അപ്പോൾ ഇവരുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സായിയാണ് ഇട്ടത്. അതിനെപ്പറ്റി വിശദമായിട്ട് സായി തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചേച്ചി പൊതിച്ചോറ് വിൽക്കാൻ പോയ കാര്യത്തെപ്പറ്റി ചേച്ചി പറയുന്നുണ്ടല്ലോ. പൊതിച്ചോറ് വിൽക്കാൻ പോയി, അങ്ങനെയാണ് ചേച്ചിയുടെ ജീവിതമാർഗം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ അച്ചായനെ വിളിച്ച് അച്ചായനോട് പറഞ്ഞു കഴിഞ്ഞാണ് ഈ ചേച്ചി ഈ ദിവസം മനുഷ്യന് ജീവിക്കേണ്ടേ എങ്ങനെയില്ലേ, ആ കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ, അതിന് മരുന്ന് മേടിച്ചു കൊടുക്കണ്ടേ, എന്നും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ പൊതിച്ചോറിൻ്റെ ഇത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അവർ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാൻ പോയതിൻ്റെ ആ ഒരു വീഡിയോ സായി ഇട്ട് ഇത്രയും പ്രശ്നമാക്കിയേക്കുന്നത്. ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണി ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു, ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിന്നൊരു വ്യക്തി ഈ വീഡിയോ അയച്ചെന്ന് പറയുന്നു, ഈ ചേച്ചി എനിക്കറിയാം, ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്, ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസർ ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് പുള്ളി അവർ ജസ്റ്റ് ഒരു രാവിലെ ശ്വാസം മുട്ടൽ അങ്ങോട്ട് വന്ന് ഹോസ്പിറ്റലിൽ അറ്റാക്ക് വന്ന് അങ്ങോട്ട് മരിക്കുമായിരുന്നു. രാവിലെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ളൂ, അല്ലാതെ ക്യാൻസർ ഒന്നും കിടന്നിട്ടൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കാം, അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കാം. ആൻഡ് അച്ചായൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആ വീട്ടിലെ അവസ്ഥ. കേട്ടല്ലോ, ഇതാണ് ഈ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യമാണ്, അത് അവരുടെ ബന്ധുവാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഈ സായിക്ക് ഇങ്ങനൊരു കാര്യം കേട്ടപ്പോൾ ഒന്നെങ്കിൽ സായിക്ക് അവരെ നേരിട്ട് അന്വേഷിക്കായിരുന്നു. പിന്നെ ഈ അച്ചായൻ അവരെ വഴി വെച്ച് കണ്ട് യാദൃശ്യമായിട്ട് കണ്ട് അവരുടെ അടുത്തോട്ട് ചെന്നതല്ല, ഇവർ വിളിച്ച് അച്ചായനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ചായൻ ഇവരെ തേടി ചെന്നാണ്. പിന്നെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നു, അത് അദ്ദേഹത്തിന് റീച്ച് കിട്ടുന്നെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും ഇവർക്കൊക്കെ തന്നെയാണ്. ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ദുഃഖത്തോടു കൂടി കഴിയുന്നവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ഇത്. അല്ലാതെ അതുകൊണ്ട്
അച്ചായൻ വലിയ വലിയ ആർഭാടങ്ങൾ കാണിച്ച് അച്ചായൻ നടക്കാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളും അതിലേക്ക് കൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് യൂട്യൂബിലെ വരുമാനം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ വരുമാനം കൊണ്ട് മാത്രം ഇത്രയും ജനങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടെ എടുത്താണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ ആരുടെയോ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നത് കേട്ട് ആരൊക്കെയോ കമൻറ്റ് അവരോട് പറഞ്ഞെന്ന് എനിക്ക് ഷെബീന ബീബിയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് പറയുന്നുണ്ട് അച്ചായന് ഇങ്ങനൊരു ജ്വല്ലറി ഉണ്ട്, അച്ചായൻ്റെ ആ ജ്വല്ലറി പോയി അവിടുന്ന് സ്വർണ്ണം എടുക്കണം, ആ എടുക്കുന്ന സ്വർണത്തിന് അവർക്ക് കിട്ടുന്ന ലാഭം പാവങ്ങൾക്ക് സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കടകളിൽ ആൾക്കാർ കൂടുതൽ കയറാൻ തുടങ്ങുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് മറ്റാർക്കൊക്കെയോ എന്നതൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇറക്കിയേക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. എന്നാണേലും അവരുടെ ബന്ധുവാണ് ആ പറഞ്ഞേക്കുന്നത്. അത് ആരാന്നും എന്നാന്നുള്ളതും അവർ തന്നെ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ഇത് പറയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ് ഇത് പറഞ്ഞെന്നാണ് പറയുന്നത്. ഈ ബന്ധു എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ്റെ മകൻ തന്നെയാണ്. അവൻ ഈ വീഡിയോ അച്ചായൻ വന്ന് എടുത്തുകൊണ്ട് പോയാൽ അന്ന് വൈകുന്നേരം തന്നെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഞങ്ങളെ വിളിച്ചിട്ട് ഒരുപാട് അനാവശ്യം പറഞ്ഞു. നിങ്ങൾ എന്തോ കാര്യത്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് നാണമുണ്ടോ, നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനാണോ എന്നൊക്കെ. ഞങ്ങളുടെ കാര്യം ഒരു നേരമെങ്കിലും ഇവരാരെങ്കിലും തിരക്കിയിട്ട് പറയുമായിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഇവൻ ഈ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല, ഒറ്റ മനുഷ്യർക്ക് അറിയത്തില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാണ്ടല്ലേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഞങ്ങളുടെ ചിലവ് കഴിയാനും വാടക കൊടുക്കാനും ഒക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ഇവൻ കാരണം മുടങ്ങിയില്ല. ഇവനോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്, എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടിയത്? ശരിയല്ലേ അവർ ചോദിക്കുന്നത്? അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ സഹായങ്ങൾ മുഴുവനും ഇപ്പം അച്ചായനും തന്നെയല്ല, അല്ലാതെ അവർ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയുള്ളൊരു വരുമാന മാർഗ്ഗമാണ് അവർക്ക്. നമുക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല, കയറി കിടക്കാൻ നമുക്കൊരു വീടില്ലേ തന്നെയുണ്ടല്ലോ, നമ്മളെല്ലാം പൈസ കൊടുത്ത് വേണം മേടിക്കാനായിട്ട്, ഇല്ലേ? വാടകയ്ക്ക് താമസിക്കുന്നവർക്കറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. ഈ സ്വന്തമായിട്ട് വീടുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ട് അറിയത്തില്ല. ഈ വാടകയ്ക്ക് കിടക്കുന്നവർക്ക് തന്നെ അവർക്ക് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അവർ അങ്ങേയറ്റം ചിലപ്പോൾ വെള്ളം പോലും അവർക്ക് പൈസ കൊടുത്തായിരിക്കും. പൈപ്പ് കണക്ഷൻ ആണെങ്കിൽ അതിന് മാസം ഒരു ബില്ലടയ്ക്കണം. അങ്ങനെ എടുക്കുന്നവരാണ്. അപ്പോൾ അതിൽ അവർ ജീവിക്കുമ്പോൾ അവരിപ്പോൾ പറയുന്നത് 6500 രൂപയാണ് വീടിൻ്റെ വാടകയെന്ന് പറയുന്നുണ്ട്. ആ വാടക ഒരു മാസം തെറ്റിക്കഴിഞ്ഞാൽ പിറ്റേ മാസം ആകുമ്പോഴത്തേക്ക് എത്രയാകുന്നത്? അത് തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഒരു ആശുപത്രിയിൽ അവിടെ ഉള്ള ആ കുഞ്ഞിന് വയ്യാത്താണ്, ഇവർക്ക് വയ്യാത്താണ്. ആ ഇതിനു വേണ്ടിയുള്ള രോഗത്തിന് മരുന്ന് മേടിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞു കൊച്ചല്ലേ, അതിന് ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ? അതിന് ചികിത്സിക്കാൻ വേണ്ടി അവർ കിടന്നി പാടുന്നു. അപ്പോൾ പലരിൽ നിന്നും കിട്ടുന്ന സഹായം കൊണ്ടായിരിക്കും അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് മൊത്തം തടസ്സപ്പെടുത്തി അവരെ ഇതുപോലെ അവഹേളിച്ച് കഴിഞ്ഞപ്പം എന്നെ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്ത് സന്തോഷമാണ് കിട്ടിയത്, അല്ലെങ്കിൽ അവർക്കതിൽ എന്നെ തൃപ്തിയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇനിയെങ്കിലും സഹായിക്കുവാണെങ്കിൽ അവർ വീഡിയോ മാറ്റിയിടാം, എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് എന്നെങ്കിലും പറഞ്ഞൊന്ന് മാറ്റി അവർക്ക് അനുകൂലമായിട്ടൊന്ന് വീഡിയോ ചെയ്യാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ശരിക്കും കിടന്ന് വിഷമിക്കുന്നുണ്ട്, അവരുടെ ആ കുഞ്ഞിന് മരുന്ന് മേടിക്കാനും അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട്. ഇവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും. കാര്യം ഞാൻ ഇവിടെ ഇറങ്ങി വന്നതാണ്, എന്നെ സ്നേഹിച്ച് എന്നെ കൊണ്ടുവന്നത്. അന്ന് തൊട്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പോകുമ്പോൾ ജസ്റ്റ് കാണും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവന് ഞാൻ എവിടെയാണോ, ഞങ്ങൾക്ക് എന്തോ അസുഖമെന്നോ ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ ഇതൊന്നും ഇവൻ അറിയത്തില്ല. ഈ അസുഖം കള്ളം പറഞ്ഞിട്ട് നമുക്ക് എന്ത് നേട്ടം? ഇപ്പം ഞങ്ങൾക്ക് തരാൻ ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വാതിൽ അടയ്ക്കാൻ അവർക്ക് കഴിയും. പക്ഷേ ഒരു നേരത്തെ ആഹാരമെങ്കിലും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തരാനോ ഒരു നേരത്തെ വാടക കൊടുക്കാൻ ഇവർ ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടോ? ഒരു നേരം അന്നൊക്കെ ഈ അച്ചായനെയുള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഇപ്പോഴും ക്യാൻസറിന്റെ ചികിത്സയിൽ തന്നെയാണോ? അതെ, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സിക്കുന്നത്. ഇപ്പം എനിക്ക് ആരുമില്ല. ഈ യൂട്യൂബർ പറയുന്നത് അച്ചായൻ വന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് പൈസ വന്നിട്ടുണ്ടായിരുന്നു. അത് ലക്ഷങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഞങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള പൈസ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു 3 സെന്റ് സ്ഥലം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരാൾ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടെ മുൻകൈ എടുത്ത് എനിക്ക് പ്രസിഡന്റ് നമ്മുടെ വീട്ടിലോട്ടാക്കിയ 3 സെന്റ് സ്ഥലവും 10 അടി വീതി വഴിയുമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത് അവിടെ വീടൊന്നുമില്ല, ഇനി അവിടെ എങ്ങനെയും ഒരു വീട് വെച്ച് കയറണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായി. ഇപ്പം എല്ലാ വഴികളും അടച്ച് അവരെ ഈ ഒരു സ്റ്റേജിലാക്കിയപ്പോഴത്തേക്ക് തൃപ്തിയായി കാണുമായിരിക്കും. കാര്യം അവരിപ്പോഴും അവർക്ക് അസുഖമുണ്ട്, അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അവിടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവർക്ക് ആ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ നിവൃത്തിയുള്ളവരാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിന് മുൻകൈ എടുക്കത്തില്ല. കാര്യം അതുപോലെ ബുദ്ധിമുട്ടി കഴിയുന്നവർക്കാണ് അവർ സ്ഥലങ്ങളും വീടുകളും ഒക്കെ വെച്ച് കൊടുക്കുന്നതിനെ പറ്റി സർക്കാർ കൂടുതലും നോക്കുന്നത്. അല്ലാതെ ഉള്ളവന് വേണ്ടി ഒരിക്കലും അവരിറങ്ങുന്നില്ല, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പം ആ ഒരു പ്രസിഡന്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ പഞ്ചായത്തിലെ കാര്യങ്ങൾ അറിയാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു സ്ഥലം അവർ കൊടുത്തതും അവർക്ക് ഒരു വീട് വെക്കാനുള്ള സൗകര്യത്തിനുള്ള കാര്യങ്ങൾ വഴിയും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം കൊടുത്തതും എല്ലാം ചെയ്തേക്കുന്നത്. അത് ഏകലും കള്ളത്തരമാകാൻ സാധ്യതയില്ലല്ലോ. അതാ പറഞ്ഞത്, ഒരു കാര്യം നമ്മൾ ഒരാളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണേ പോലും ഉണ്ടല്ലോ, നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട്. അല്ലാതെ എടുത്ത് ചാടി നമ്മൾ ഒരാളെ, ഇപ്പോൾ ഇത് അച്ചായനാണ് എല്ലാവരും ഉന്നം വെച്ചേക്കുന്നത്, പക്ഷേ ഇത് അച്ചായന് മാത്രമല്ല അത് കൊണ്ടേക്കുന്നത്,
ഇതുപോലുള്ള പാവങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. അവരുടെ കണ്ണുനീരായിരിക്കും ശാപമായിട്ട് വരാൻ പോകുന്നത്. അച്ചായനിപ്പോൾ ഈ ഒരു പരിപാടി ഇവിടെ നിർത്തി അച്ചായൻ്റെ കാര്യം നോക്കിപ്പോയി. അച്ചായന് മറ്റ് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്, അച്ചായൻ അതിലേക്ക് പോകാം. പക്ഷേങ്കിൽ ഈ അച്ചായനെ കൊണ്ട് സഹായം പറ്റുന്നതും ഇനി സഹായം പറ്റാനായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആര് ഒരു സഹായം ചെയ്യും? ഈ പറയുന്നവർ ആരെങ്കിലും കൊണ്ട് കൊടുക്കും അവർക്കെങ്കിലും? പഞ്ചായത്ത് പ്രസിഡന്റൊന്നും ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അന്വേഷിക്കാതെ അസുഖമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ചെയ്യണം. അല്ലെങ്കിൽ യൂട്യൂബറെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വന്നല്ലോ എങ്ങനെ ഇതിന് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും? ഞങ്ങൾ ജനങ്ങളെ പറ്റിച്ചെന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ എന്തെങ്കിലും പറയുമോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനാണെങ്കിൽ ഞാൻ അവരുടെ എന്തെങ്കിലും ഒരു കൂര പോലെങ്കിലും ഒന്ന് വെച്ച് കയറി കിടക്കാൻ ഇത് 6500 രൂപ വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല. വേറെ എങ്ങും നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ 6500 രൂപ വാടകയ്ക്ക് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ അച്ഛനൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കടുക്കുകയും ചെയ്തു. കാര്യം അതേ ഒരു അവസ്ഥയായിരുന്നു. അത് നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് മനസ്സിലാവും. ആ മനുഷ്യനുള്ളത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിന്ന് പോകുന്നു. അല്ലാതെ എന്തിനാ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്? ആർക്കെങ്കിലും 10 പൈസ ഇങ്ങനെ കിട്ടുന്നവർക്കുണ്ടെങ്കിൽ കൊടുത്തോട്ടെ, എന്തിനാ അത് മുടക്കം ചെയ്യാൻ നടക്കുന്നത്? ഞങ്ങളെല്ലാം ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമേ അച്ഛൻ ആവത്തൊന്നും വരത്തില്ലേ എന്ന് മാത്രമേ എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ ആരാന്നോ എന്താണോ ആ മനുഷ്യൻ്റെ പേര് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ കാണാറില്ല. ഇതിപ്പോൾ ഇന്നലെ ഇങ്ങനെ എൻ്റെ ഒരു ഇതിങ്ങനെ കണ്ടതുകൊണ്ട് മാത്രമേ ഞാൻ നോക്കി ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. അത് എനിക്ക് എടുക്കാൻ അറിയാൻ വേണ്ടി പിള്ളേരെ എനിക്ക് എടുത്തത് അമ്മ ഇത് നോക്കുന്നു പറഞ്ഞു. ഈ മനുഷ്യനെ എനിക്ക് അറിയത്തില്ല, ഞാൻ അങ്ങനെയായിട്ട് യാതൊരു പരിചയമില്ല, ഞാൻ ഏത് നാട്ടിലാന്ന് പോലും അങ്ങനെ അറിയത്തില്ല. പിന്നെ എന്തിനാ അങ്ങനെ? അല്ലെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം, അല്ലെ ഇതെങ്ങനെ എന്നാലും ഇത്രയും പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഞങ്ങൾ ആരാ എന്താണെങ്കിലും ഒന്ന് ചോദിക്കരുത്. ഇത് അതുപോലും ഇല്ലാതെ എന്തിനെങ്ങനെയാണ്? അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമമായിട്ട് എന്തെങ്കിലും നിയമ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. കാര്യം ഞങ്ങളെ പോലുള്ളവർക്ക് നീതി വേണം. ഈ അച്ചായനെ പോലുള്ളവർ ഓരോരുത്തർക്ക് ഇങ്ങനെ ചെയ്യുന്ന ആ മനുഷ്യൻ്റെ മനസ്സും കൂടെ ഇതായി പോവുകയാണ്. അപ്പോൾ എന്തും ആയിക്കോട്ടെ, അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നില്ലേ? ഞങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ഏത് ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ. അവർ പറയുന്നതേ ഞാനും പറയുന്നുള്ളൂ. പാവങ്ങളെ സഹായിക്കുന്നില്ലേ? ആ ഒരു ഇത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. ഒരു മനുഷ്യരെ സഹായിക്കുന്നു, ഒരു രോഗമായിട്ടിരിക്കുന്നവരെ സഹായിക്കുന്നു, അങ്ങനെ പാവങ്ങളെ സഹായിക്കുന്നില്ല. അത് മാത്രം അച്ചായൻ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തിയായിട്ടൊന്ന് ഓർത്താൽ മാത്രം മതി ആ മനുഷ്യനെ വെറുതെ വിടാനായിട്ട്. ഇപ്പോൾ ഇവർ നിയമപരമായിട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്, പോകണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യരുത്. ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടി അവരിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ ചെയ്യട്ടെ, തെറ്റുകളുണ്ടെങ്കിൽ ചെയ്യട്ടെ. പക്ഷെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഈ രോഗിയായിട്ടിരിക്കുന്ന ഇവരെ കൂടെ അത് വലിച്ചിഴച്ചിട്ട് അവർ കള്ളത്തരം കാണിച്ചു, അവരെ പറ്റി മോശമായിട്ട് അതുങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സഹായം കൂടി നിർത്തലാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നിമിഷം മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. അവർ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പറ്റി ഒന്ന് അന്വേഷിക്കായിരുന്നു, അവരെ പറ്റി ഒന്ന് ഈ ഒരാൾ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഒന്ന് അന്വേഷിക്കായിരുന്നു. ഇത് സത്യം എന്നേലും ഉണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ശത്രുതയുള്ള ആരെങ്കിലും ആണോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കളാകുന്നത്. കാര്യം ഇവർക്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നു നിലവിലേക്ക് അവർക്ക് സഹിച്ചില്ല, അത്രയേ ഉള്ളൂ പ്രശ്നം. ആ ഒരു വിഷമം താങ്ങാൻ വയ്യ എന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ പുള്ളിയെ വിളിച്ച് പറഞ്ഞു. പുള്ളിക്കാരൻ അന്നേരം ആ കിട്ടിയതെന്ന് പറഞ്ഞ് എടുത്തങ്ങിടുകയും ചെയ്തു. അതുകൊണ്ട് എത്രമാത്രം അവർ മാനസികമായിട്ട് വേദന ഒന്ന് ഓർത്തു നോക്കിയേ. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ കൂടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, നാട്ടുകാരും ഇവരെ സഹായിച്ചവരും ഒക്കെ ഇവർ കള്ളരാണെന്ന് വിചാരിച്ചില്ലേ എന്നുള്ളൊരു ആ മാനസിക ബുദ്ധിമുട്ട് കൂടെ വരുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കും. ഒരു രോഗം കൂടാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു അവസ്ഥ എന്നാണെന്നറിയാം, നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തുക എന്നുള്ള. നമുക്കൊരു ചെറിയ അസുഖം ഉള്ളേ പോലും, നമുക്കൊരു പനിയാണെങ്കിൽ പോലും നമ്മളെ മാനസികമായിട്ട് ഒരാൾ തളർത്തിയാൽ നമ്മുടെ ശരീരത്തുള്ള രോഗം ഇരട്ടിയാകത്തേ ഉള്ളൂ. കാര്യം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതിലാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഒരു അസുഖം വന്നാലും നമുക്കത് മാറും എന്നുള്ളത് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം ഒരിക്കലും ഒന്ന് ചിന്തിച്ചേച്ച് ചെയ്യുക, ഒന്ന് ആലോചിച്ച് ചെയ്യുക, ചെയ്ത് ശരിയോ തെറ്റോ എന്ന് മാത്രം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാമെന്നേ പറയുള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാര്യം എന്ന് വെച്ചാൽ അവർ അച്ചായൻ്റെ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവരുടെ കാര്യം ഓർത്തപ്പോഴേ കഷ്ടം തോന്നിയത്. അവർ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അവർക്ക് കിട്ടേണ്ട ഒരു സഹായങ്ങൾ പോലും അത് ഇതാക്കിയത്. പക്ഷെ അച്ചായനെ ആരെതിർത്താലും അച്ചായൻ്റെ വഴിയെ തന്നെ മുന്നോട്ട് പോകും തന്നെ അച്ചായൻ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കേണ്ടവരെ സഹായിക്കുകയും ചെയ്യും, കണ്ടുപിടിക്കേണ്ടവരെ കണ്ടുപിടിച്ച് അച്ചായൻ അവിടെ തന്നെ പോയി അവരെ സഹായിക്കുകയൊക്കെ ചെയ്യും. അത് അച്ചായൻ പറഞ്ഞിട്ടുണ്ട്. അതിനാരും എന്നാ ചെയ്താലും അച്ചായന് വിഷയമല്ല. അച്ചായൻ ചെയ്യാനുള്ളതെല്ലാം അച്ചായൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതുപോലുള്ള പാവങ്ങളെ കൂടെ അതിലിട്ട് വേദനിപ്പിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.